അത് തന്നെ എനിക്കും തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പോഴായിരുന്നു ഒരു ഫോർമുല 1 റേസിൻ്റെ കാര്യമൊക്കെ നമ്മളിങ്ങനെ വന്നത്. ലൈക്ക് ആ ഒരു റേസ് നമുക്കൊരു ഒറ്റ സർക്യൂട്ട് ഇന്ത്യയിലുള്ളത്. ആ ഒരു റേസ് ആ ഒരു സീസണിൽ ആ ഒരു റേസ് ഇവിടെ വന്നാൽ തന്നെ എത്രത്തോളം ഗ്രോത്ത്. അതിനെ നിർത്താനായിട്ടാണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞ് ഡ്രൈവേഴ്സിനൊക്കെ കൊണ്ടുവച്ചത്. അതൊക്കെ ശരിക്കും ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം അതൊക്കെ താഴ്ത്തുക ചെയ്യുന്നത് ആക്ച്വലി. അങ്ങനെ ഓരോ ടാക്സും ആവശ്യമില്ലാത്ത റെഗുലേഷൻസ് ആണെന്നേ ഞാനത് പറയുന്നുള്ളൂ. കാരണം ഫോർമുല വൺ പോലെ ഒരു സ്പോർട്ട്, അതിൻ്റെ ട്രാക്ക് നമുക്കിവിടെ ഉണ്ട് ഇപ്പോഴും. ആ സ്പോർട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ ഫാൻസും ഇന്ത്യയിൽ തന്നെ ഇഷ്ടം പോലെ തന്നെയുണ്ട്. പക്ഷേ അതൊന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല പല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസും അതിനോട് അനുബന്ധിച്ച് തന്നെ പല ടൈപ്പിലുള്ള സെയിൽസും നമുക്കിവിടെ കൊണ്ടുവരാം. എക്കണോമി നമുക്ക് നന്നായിട്ട് ഗ്രോത്തും ചെയ്യാം. പക്ഷേ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇപ്പോഴും അതൊക്കെ ഇപ്പോഴും താഴ്ത്തി കാണുന്നത്, അതിനൊക്കെ ഒരു ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ കൊള്ളായിരിക്കും. കാരണം മോട്ടോർ സ്പോർട്ട് ആയാലും F1 ആയാലും ഈ അടുത്ത് കോഴിക്കോട് പലയിടത്തായിരുന്നു നല്ല രീതിക്ക് ഒരു വിജയം നടന്നായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് അതിനോട് കുറച്ചുകൂടി ഫോക്കസ് ചെയ്താൽ യൂത്തിന് അത് കുറച്ചുകൂടി ഉപകാരമാകും. കാരണം കുറേ പേർക്ക് ഈ മോട്ടോർ സ്പോർട്ടിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതിനോട് ഫോക്കസ് ചെയ്താൽ യൂത്തിന് ഒരു മെച്ചപ്പെട്ട, പിന്നെ ഇതുപോലത്തെ കുറേ മേഖലകളുണ്ട് ആരും ഒന്ന് ഫോക്കസ് ചെയ്യാനുള്ള. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളം പല മേഖലയിലും ഇതിലൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ നോട്ടീസ് ചെയ്യാറുണ്ട്. ഇല്ല, കേരളം ഞാനും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളമാണ് ഫസ്റ്റ് വാട്ടർ മെട്രോ ഇറങ്ങിയപ്പോൾ നോട്ടീസ് ചെയ്ത്. ഇതുപോലത്തെ പല കാര്യങ്ങളും കേരളം ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിന് വളരാനൊരു സാധ്യത ഉണ്ട്.